ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്നൊരു ലോങ് വീഡിയോ ആണ്, ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. കുറെ നാൾക്ക് ശേഷം കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇന്ന് ഒരു ഞായറാഴ്ച ദിവസമാണ്. ഇക്കാക്ക് ഇന്ന് അതുകൊണ്ട് തന്നെ ജോലിയില്ല. മോൾക്കാണെങ്കിൽ വെക്കേഷൻ ആയതുകൊണ്ട് സ്കൂളും ഇല്ല. അതുകൊണ്ടൊന്നും കുറച്ച് ലേറ്റ് ആട്ടോ എണീറ്റത്. ഒരു 9 മണിയായി എണീറ്റപ്പോ. സോ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ്, ഇന്ന് എന്താണ് നടക്കണേ എന്നുള്ളതാട്ടോ ഷൂട്ട് ചെയ്യുന്നത്. പ്രത്യേകിച്ചൊന്നും ഉണ്ടാവില്ല, ഇന്ന് കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. അപ്പൊ അതൊക്കെ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്ത് കാണിക്കാം എന്ന് വിചാരിച്ചു. അപ്പോ എന്റെ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ എന്റെ വീഡിയോസ് കാണാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ഞാൻ ഇൻട്രോ ഒരുപാട് പറഞ്ഞിട്ട് കൊളാക്കുന്നില്ല, നമുക്ക് കാണാം. ഓക്കെ, അപ്പൊ നമുക്ക് കിച്ചണിലോട്ട് കയറാം കേട്ടോ. ഇതാണ് കിച്ചൺ. നിങ്ങൾക്ക് എന്റെ ഷോർട്സിൽ കാണുമ്പോൾ അറിയാം, ഇതാണ് എന്റെ കിച്ചൺ. ഓക്കെ, ഞാനിപ്പോഴാട്ടോ രാവിലെ എണീറ്റപ്പോ കിച്ചണിൽ ഇപ്പോഴാണ് കയറിയത്. അപ്പൊ ജനലൊക്കെ ഒന്ന് തുറന്നിടാവേ. ഇത് കാണുമ്പോൾ അറിയാം, ഷീറ്റ് കൊണ്ട് ഉണ്ടാക്കിയ കിച്ചണാണ്. എന്റെ വീഡിയോയില് നോയ്സ് ഉണ്ടാവും, കാരണം നമുക്ക് പുറത്ത് ലവ് ബേർഡ്സ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടേ അതിന്റെ സൗണ്ട് കാര്യങ്ങളൊക്കെ കാണും. ഓക്കെ, ഞാൻ പകൽ സത്യം പറഞ്ഞാൽ ഇവിടെ ലൈറ്റ് ഇട്ട് വെക്കാറില്ല. ഈ ഒരു വെട്ടം തന്നെ എനിക്ക് മതിയാവും. പക്ഷെ ഇന്ന് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് കൊണ്ട് എന്തായാലും ലൈറ്റ് വേണം. അതുകൊണ്ടാട്ടോ ലൈറ്റ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇന്നലെ തന്നെ കുറച്ച് പച്ചരി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അത് ഒന്ന് മിക്സിയിൽ അരച്ചെടുത്ത് നീർദോശ ഉണ്ടാക്കണം. പിന്നെ ഇന്നലത്തെ മീൻകറി ഉണ്ട്. ഇതാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പൊ ഞാൻ എന്താ മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആ ഒരു പച്ചരിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സിയിലിട്ട് ആട്ടിയിട്ട് ഈ ഒരു പരുവത്തിൽ ആക്കി വെച്ചിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. അത്രേ ഉള്ളൂ കേട്ടോ. പാന് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ഈസി ആയിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ ഇത്. ഞാൻ ചില ദിവസങ്ങളിലൊക്കെ രാവിലെ ഇത് തന്നെയാണ് വെക്കാറ്. ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ നീർദോശ എന്ന് പറയും, എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് പറയുന്നതെന്ന് വിചാരിക്കുന്നു. ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പവും മീൻകറി. ഓക്കെ, നമ്മള് കർട്ടനൊക്കെ ഊരാടണം കേട്ടോ. ഇന്ന് നമുക്ക് ഈ ഒരു മുറി ഫുള്ളായിട്ടൊന്ന് വൃത്തിയാക്കി എടുക്കണം. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഡെലിവറി ടൈം അടുത്തു. ഈ ഒരു മാസം കഷ്ടിച്ചൊരു മാസേ ഉള്ളൂ. അപ്പോ നമുക്കിന്ന് റൂമൊക്കെ ക്ലീൻ ചെയ്യാന്നുള്ളതാണ് മെയിൻ പരിപാടി. അപ്പോ ഞായറാഴ്ച ആകുമ്പോ ഇക്ക ഫ്രീ ആണല്ലോ. അപ്പൊ എനിക്കാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ എന്തായാലും ഇതെല്ലാം കൂടെ ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ കർട്ടനൊക്കെ ഊരുക കേട്ടോ. കർട്ടൻ ഊരിയിട്ട് ഇതിപ്പോ കഴുകാനിടണം. എന്നിട്ട് ഇവിടെ ഫുള്ള് പൊടിയാണ്. അലമാരയുടെ മേളിലും സൺസൈഡിലും ഒക്കെ ഭയങ്കര പൊടിയാണ്. അപ്പോൾ അത് നമുക്ക് ക്ലീൻ ചെയ്യണം. ഇത് നമ്മുടെ പെറ്റ്സ് ആട്ടോ. നമ്മുടെ പാത്തു, പിന്നെ ഇത് മിയോ. ഞങ്ങൾ വളർത്തുന്ന പൂച്ചയാട്ടോ. വേറെയും പൂച്ച ഉണ്ടായിരുന്നു, അതെല്ലാം മരിച്ചുപോയി, പിന്നെ മിസ്സിങ് ആയി പോയി. അപ്പൊ ഇത് രണ്ടുമാണ് ഇപ്പൊ കിടക്കുന്നത്. പാത്തു, പാത്തു, മിയോ. പിന്നെ ഇവർ രണ്ടുപേരും നമ്മുടെ വീട്ടിലായിരുന്നു കേട്ടോ. വീട്ടിനകത്ത് ഓപ്പൺ ആക്കി ഇട്ടായിരുന്നു വളർത്തിക്കൊണ്ടിരുന്നത്. ഇപ്പം ഞാൻ പ്രഗ്നന്റ് ആയതുകൊണ്ട് ഇതിന് ഹെയറിന്റെ പ്രശ്നം ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇനിയിപ്പം കുഞ്ഞൊക്കെ വരുമ്പോ ഹെയർ ഭയങ്കര ബുദ്ധിമുട്ടാവുമല്ലോ. അപ്പൊ എനിക്കൊരു 7 മാസമൊക്കെ ആയപ്പോഴാണ് ഇവരെ കൂട്ടിലോട്ട് അടച്ചത്. ബെഡ്ഷീറ്റ്സിലും തലയണയിലും എല്ലാം എവിടെ നോക്കിയാലും ഞാനാണെങ്കിലും എപ്പോഴും എടുത്ത് കൊഞ്ചാറുണ്ട്. അപ്പൊ എന്റെ ഡ്രസ്സിലും ഇതിന്റെ ഹെയറിന്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് കൂട്ടിലാക്കിയത്. ഓക്കെ, പിന്നെ നമുക്കിവിടെ ലവ് ബേർഡ്സ് ഉണ്ട്. കുറെ ഉണ്ടായിരുന്നു, കുറെയൊക്കെ നമ്മള് മേളിലോട്ട് ഷിഫ്റ്റ് ആക്കി. ഇത് കുഞ്ഞുങ്ങളാണ്.
റൂമൊക്കെ ക്ലീൻ ചെയ്യുക കേട്ടോ. പിന്നെ എനിക്ക് നല്ല രീതിയിൽ ബാക്ക് പെയിൻ ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ എന്തായാലും കുറച്ച് റിസ്ക് ഉള്ള പണിയൊന്നും ചെയ്യണ്ടെന്ന് ഡോക്ടർ പറഞ്ഞതുകൊണ്ട് ഞാൻ അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല. എന്നാലും ചെറിയ രീതിക്ക് ഇക്കായെ ഞാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇടയ്ക്ക് തുടയ്ക്കാനും പിടിക്കാനൊക്കെ ഉണ്ടെങ്കിൽ നല്ല പൊടിയുണ്ട്. ഇതോ ഈ ഒരു സൺസൈഡിലും ആ ഒരു അലമാരയുടെ മേളിലായിട്ട് ഇത്രയും പൊടി അതിൻ്റെ ഇതിൽ ഇരുന്നതാണ്, ഫാൻ്റെ മേളിലൊക്കെ ഇരുന്ന പൊടിയാണ്. അപ്പോൾ റൂം മൊത്തം ക്ലീൻ ചെയ്തു കേട്ടോ. ക്ലീൻ ചെയ്ത് പിന്നെ ഞാനും കുളിച്ചു. ജസ്റ്റ് റൂം കാണിച്ചു തരാം. നമ്മൾ ഉച്ചയ്ക്ക് ഫുഡൊക്കെ ചോറൊക്കെ കഴിച്ചതിന് ശേഷം സ്വീറ്റ്സ് കഴിക്കാൻ ഒരു ക്രേവിങ്സ് വന്നു. അപ്പൊ അപ്പുറത്ത് കടയുണ്ട്. അപ്പം ഇക്കായും മോളും കൂടെ പോയിട്ട് കുറച്ച് എന്തൊക്കെയാന്ന് കാണിച്ചു തരാട്ടാ. ഈ സാധനം മൈസൂർ പാക്ക് ഇതൊക്കെയാട്ടോ. ഇനി കഴിച്ചോ, എടുത്തോളൂ. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇപ്പൊ ഒരു വൈകുന്നേരം 6-6:30 ആയിട്ടോ. ഇപ്പോഴാട്ടോ നമ്മൾ ചായ കുടിക്കുന്നേ. കാരണം ഉച്ചയ്ക്ക് കിടന്നപ്പോ ഉറങ്ങിപ്പോയി എല്ലാരും. ഇപ്പോഴാട്ടോ ചായ ഇട്ടത്. ചായ ഇട്ട് മിക്സറായിട്ട് കഴിക്കാം. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എന്റെ വീഡിയോ ഇഷ്ടമായാലും ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ. ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ എന്റെ വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ, സീ യു.